ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സുമായി ചേർത്ത് റൂമറുകൾ പുറത്തുവരുന്ന താരമാണ് സ്വീഡിഷ് മധ്യനിര താരം മാഗ്നസ് എറിക്സൺ. 34-കാരനായ മുൻ സ്വീഡിഷ് ദേശീയ ടീം താരം മാഗ്നസ് എറിക്സൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ? സത്യാവസ്ഥ എന്താണ്? മാഗ്നസ് എറിക്സനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് താൽപര്യം പ്രകടിപ്പിച്ചതായി ചില സ്വീഡിഷ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പുമായി അടുത്ത് നിൽക്കുന്ന ഒരു സോഴ്സിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നിലവിൽ പുറത്തുവരുന്ന റൂമറുകൾ വ്യാജമാണ് എന്നതാണ്. അതായത് താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ചർച്ചകളും നടത്തിയിട്ടില്ല, ഓഫറുകളും നൽകിയിട്ടില്ല. ഇതുവരെ എന്ന വാക്ക് ഞാൻ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റഹറിന് കീഴിൽ കളിച്ചിട്ടുണ്ട് മാഗ്നസ് എറിക്സൺ. ഇത് തന്നെയാണ് റൂമറുകളുടെ പ്രധാന അടിസ്ഥാനവും. കഴിഞ്ഞ ദിവസം ഒരു വിദേശ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മാഗ്നസ് എറിക്സൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന റൂമറിനെ പറ്റി ചോദിക്കവേ ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റഹർ മാഗ്നസ് എറിക്സണിൽ താൽപര്യം പ്രകടിപ്പിച്ചുവെങ്കിലും സ്വീഡിഷ് താരങ്ങളെ മാത്രമല്ല ഈ ലോകത്തിൽ നിന്നും ടീമിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നതുകൂടി പറഞ്ഞു. സ്വീഡൻ മുൻനിര ലീഗിൽ തന്നെ മറ്റു ചില ക്ലബ്ബുകൾ താരത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മിക്കായൽ സ്റ്റഹറിനൊപ്പം മാഗ്നസ് എറിക്സനെ കൂടി ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് താൽപര്യമുണ്ടെങ്കിൽ ISLൽ അഹമ്മദ് ജാഹു സെർജിയോ ലൊബേറോ കോംബോ പോലെ മറ്റൊരു മികച്ച പ്ലെയർ കോച്ച് കോംബോയ്ക്കകം വഴിയൊരുങ്ങുക. MLS, യൂറോപ്പ ലീഗ് എന്നിവയിൽ കളിച്ചിട്ടുള്ള 34-കാരനായ നിലവിൽ സ്വീഡൻ മുൻനിര ലീഗിൽ ഒരു ടീമിന്റെ നായകൻ കൂടിയായ പരിചയസമ്പന്നനായ മാഗ്നസ് എറിക്സനെ ടീമിലെത്തിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അത് മികച്ച മുതൽക്കൂട്ട് തന്നെയാകും. കരിയറിൽ മധ്യനിരയിൽ പല പൊസിഷനുകളിലും അതിനു പുറമെ മുന്നേറ്റ നിരയിൽ പോലും കളിച്ചിട്ടുണ്ട് എന്നത് എത്രത്തോളം വെർസറ്റൈലാണ് താരം എന്നതിന് തെളിവാണ്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.